ബി.ജെ.പിയുടെ വമ്പൻ നീക്കം വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നതാകട്ടെ ആസാമിലെ ബി.ജെ.പിയുടെ ഇപ്പോൾ ഏറ്റവും കരുത്തനായിട്ടുള്ള മുഖ്യമന്ത്രി. അദ്ദേഹം ബി.ജെ.പിയുടെ കരുത്തനായുള്ള മുഖ്യമന്ത്രിയാണെങ്കിലും നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ആ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്ന അദ്ദേഹം ബി.ജെ.പിയുടെ തത്വങ്ങളെ നെഞ്ചിലേറ്റി അദ്ദേഹം ആസാമിൽ ബി.ജെ.പിയുടെ ഒരു വമ്പൻ നീക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ബി.ജെ.പി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വളരുന്നത് എന്ന് പല പാർട്ടികളും വായും പൊളിച്ചു നിന്ന് നോക്കിക്കാണുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം അമിത്ഷായുടെ ഒരു പ്രവർത്തനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് അമിത്ഷാ ബി.ജെ.പിയുടെ പ്രസിഡന്റായി അധികാരം ഏറ്റ സമയത്ത് ജില്ലാ ഓഫീസുകൾ, അതായത് ബി.ജെ.പിയുടെ ജില്ലാ ഓഫീസുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകണം എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകി. അതിന്റെ ചിലവ് പാർട്ടി വഹിക്കും എന്നാണ് അമിത്ഷാ ആ സമയം പറഞ്ഞത്. സിറ്റിയിൽ നിന്ന്, അതായത് നഗരത്തിൽ നിന്ന് 20 മിനിറ്റ് ഏതൊരാൾക്കും ബി.ജെ.പിയുടെ ജില്ലാ ഓഫീസിലേക്ക് ഓടിയെത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അത്തരത്തിലായിരിക്കണം ജില്ലാ ഓഫീസുകൾ നിർമ്മിക്കേണ്ടത് എന്നാണ് അമിത്ഷാ ആ സമയത്ത് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ജില്ലാ ഓഫീസുകളിൽ കൃത്യമായി വാഹന പാർക്കിംഗ്, ദേശീയ നേതാക്കൾക്കുള്ള റൂം, പാവപ്പെട്ടവർക്ക് വന്നിരുന്ന് പരാതി കേൾക്കാനും പറയാനുമുള്ള സാഹചര്യം എല്ലാം ഉണ്ടായിരിക്കണമെന്ന് അമിത്ഷാ പറഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ പാർട്ടി ജില്ലാ ഓഫീസ് എന്ന റെക്കോർഡ് ബി.ജെ.പിയെ തേടിയെത്തി. അതായിരുന്നു ബി.ജെ.പി എന്ന പാർട്ടിയുടെ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഹിമന്ത ബിശ്വ ശർമ്മ അമിത്ഷായെ കടത്തിവെട്ടി ഒരു പടി കൂടെ കടന്ന് ആസാമിൽ, അതായത് താൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് എല്ലാ മണ്ഡലത്തിലും ഓരോ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഓഫീസ് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആസാമിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥിരം ഓഫീസുകൾ നിർമ്മിക്കാനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാണ്. 2026 ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മണ്ഡലം ഓഫീസുകളുടെ പണിയും പരിപാടിയും എല്ലാം പൂർത്തിയാക്കാനാണ് ഞങ്ങളുടെ ശ്രമമെന്നാണ് അദ്ദേഹം പറയുന്നത്. പോരാത്തതിനെ കാരൂപ്പ്, അതായത് റൂറൽ ജില്ലയിലെ സുർക്കുച്ചി മണ്ഡലത്തിലെ ഓഫീസ് കെട്ടിടം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഓഫീസ് കെട്ടിടമാണ് അദ്ദേഹം തുറന്നിരിക്കുന്നത്. ഇത് സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ഇത്തരം ഓഫീസുകൾ ഞങ്ങൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പോടെ ഈ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും സംസ്ഥാന തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ സ്ഥിരം മണ്ഡല ഓഫീസുകൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. നന്നായി പഠിക്കാൻ, അതായത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ മണ്ഡലം ഓഫീസുകളിലേക്ക് ജനങ്ങൾ വന്ന് പറയുമ്പോൾ ആ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നന്നായി പഠിക്കാനും ജനങ്ങളെ മനസ്സിലാക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കും എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കൊടുങ്കാറ്റായി ആസാമിൽ ആഞ്ഞടിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് മണ്ഡലം ഓഫീസുകൾ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൽ തുറന്നു കഴിഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടർന്നു കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.